ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ സ്റ്റഡി വിത്ത് മ്യൂസിക്. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ രണ്ട് സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. ഇന്ന് +1 റിസൾട്ട് വന്ന ദിവസമാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ 300 സബ്സ്ക്രൈബേഴ്സ് വന്ന ദിവസമാണ്. താങ്ക് യു ഓൾ ഫോർ സപ്പോർട്ടിങ്. അതുപോലെ +1 റിസൾട്ടാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ വിചാരിച്ചോട്ടൊന്നുമല്ല, ഇത്രയും ദിവസം ഞാൻ വിചാരിച്ചത് എഴുതിയതല്ലേ കിട്ടും എന്നുള്ള രീതിയിലിരിക്കുമായിരുന്നു. പക്ഷേ ഇന്നലെ ഒക്കെ ആയപ്പോഴത്തേക്ക് ഭയങ്കര ടെൻഷൻ, അതുപോലെ ഇങ്ങനെ വയറ്റിൽ ഭയങ്കര വേദന, ഇങ്ങനെ പുകയുന്ന കൂട്ടൊക്കെ തോന്നും. ഇന്ന് 4 മണി വരെ ഭയങ്കര ടെൻഷനായിരുന്നു. ഇപ്പോഴാണ് ഒരു സമാധാനം ഉണ്ടായത്. അപ്പോൾ റിസൾട്ട് നോക്കൂ നിങ്ങൾ. നിങ്ങൾക്ക് എങ്ങനെയുണ്ട് റിസൾട്ട് എന്നൊക്കെ കമൻറ്റ് ചെയ്യൂ. അതുപോലെ ജയിച്ചവർക്ക് എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അതുപോലെ ഫുൾ A+ കിട്ടിയവർക്കും കൺഗ്രാറ്റുലേഷൻസ്. തോറ്റു പോയിട്ടുണ്ടെങ്കിൽ സാരമില്ല, നമുക്ക് അടുത്തോട്ട് ശരിയാക്കാം. അയ്യോ 2007 ഉണ്ടല്ലേ. അയ്യോ ഇംഗ്ലീഷിന് ഫുള്ള്, ഹിന്ദിക്ക് ഫുള്ള്, ഫിസിക്സിന് ഫുള്ള്, കെമിസ്ട്രിക്ക് ഫുള്ള്, ബയോളജിക്ക് 1, മാത്സിന് 1, 2 മാർക്കേ പോയുള്ളൂ. അപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് എൻ്റെ റിസൾട്ട്. 2 മാർക്കാണ് പോയത്. 1 മാർക്ക് ബയോളജിക്കും 1 മാർക്ക് മാത്സിനും. സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല കേട്ടോ. ഞാൻ ഒരു 5-6 മാർക്ക് അല്ലെ 6-7 മാർക്ക് പോകുമെന്ന് വിചാരിച്ചതാണ്. കാരണം മാത്സ് 6 മാർക്കിന്റെ ക്വസ്റ്റ്യന്റെ എന്തോ ഒരു സബ് ക്വസ്റ്റ്യൻ എനിക്ക് ഇച്ചിരി ഇതുണ്ടായിരുന്നു. സ്റ്റെപ്പിന് മാർക്ക് കയറുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ അങ്ങനെയൊക്കെ കയറുമെന്നായിരിക്കും. അല്ലാതെ എന്തോ ഞാൻ 2-3 മാർക്കൊക്കെ പോകുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതുപോലെ തന്നെ ബയോളജി, എനിക്ക് സുവോളജി നല്ല പാടായിരുന്നു. സുവോളജി എഴുതിയിട്ടുണ്ടെങ്കിലും നമുക്ക് സംശയം വരുമല്ലോ, നമ്മൾ എഴുതിയ കറക്റ്റ് ആണോ, നമ്മൾ എഴുതിയതിന് മാർക്ക് കിട്ടുമോ, അങ്ങനെയൊക്കെ ഒരുപാട് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ 1 മാർക്കേ പോവുള്ളൂ. സത്യം പറഞ്ഞാൽ ഞാൻ കെമിസ്ട്രിക്കും ഹിന്ദിക്കും ഫുള്ള് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതാണ് നേരത്തെ. അതുപോലെ ഇംഗ്ലീഷിന്റെ കാര്യം പറയുകയാണെങ്കിൽ 6 മാർക്കിന്റെയോ 4 മാർക്കിന്റെയോ ഒരു പാരാഗ്ലൈഡിങ്ങിനെ പറ്റി എഴുതാനാണ് വന്നത്. അത് എക്സാം ഹോളിൽ ചെന്നപ്പോൾ ഞാൻ പാരാഗ്ലൈഡിങ് എന്തുവാന്ന് ശരിക്കും മറന്നുപോയി. ബാഗ് ഇട്ടുകൊണ്ട് ചാടുന്നതാണോ അതോ ഇങ്ങനെ മറ്റേ പാരാസീലിങ്ങോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു സംഭവമില്ലേ, ഈ ബോട്ടിന്റെ അറ്റത്തൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് നമ്മളിങ്ങനെ പറന്ന് കിടക്കുന്നത് ഒരു പാരച്ചൂട്ടല്, ഞാൻ അതാണോ അതോ ഇങ്ങനെ മണ്ടക്ക് നിർത്തി ചാടുന്നതാണെന്ന് ഭയങ്കര കൺഫ്യൂഷൻ. എന്തായാലും പാരച്ചൂട്ടുമായിട്ട് ബന്ധപ്പെട്ട എന്തോന്നറിയാം. അങ്ങനെ അത് തെറ്റിക്കുമെന്ന് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെ കോമൺ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ എഴുതിയത്. അങ്ങനെ വരുമ്പോൾ എനിക്കത് തെറ്റുമെന്ന് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ പ്രതീക്ഷിക്കാതെ ഇംഗ്ലീഷിന് ഫുള്ള് കിട്ടി. അതുപോലെ ഫിസിക്സിന്റെ കാര്യം പറയുവാണെങ്കിലും ഞാനൊരു 1.5 മാർക്ക് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. എഴുതിയിട്ടുണ്ട്, സത്യത്തിൽ എല്ലാം എഴുതുന്നുണ്ട്. പക്ഷേ നമുക്കൊരു ഉറപ്പില്ലായ്മ, അത് തന്നെ ഉറപ്പില്ലാതെ ഒരിത്. അപ്പോൾ ഫിസിക്സിന് ഞാൻ പ്രതീക്ഷിച്ചല്ല. കെമിസ്ട്രി ഹിന്ദി ഞാൻ പറഞ്ഞല്ലോ പ്രതീക്ഷിച്ചു. ബയോളജി 1 മാർക്ക് പോയി. അതുപോലെ മാത്സ് 1 മാർക്ക് പോയി. ഇത്രയാണ് എൻ്റെ റിസൾട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. നിങ്ങളുടെ റിസൾട്ടൊക്കെ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.